sweat equity shares. These are shares issued by a company to its employees or directors at a discount or for consideration other than cash. Sweat equity shares എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഒരു ഡിസ്കൗണ്ട് റേറ്റിലോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള രീതിയിലോ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിനെയാണ് സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഒരു എംപ്ലോയി ഒരു കമ്പനിക്ക് വേണ്ടി വാല്യുബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു എംപ്ലോയിക്ക് ഒരു റിവാർഡ് കൊടുക്കണം എന്ന് കമ്പനി ചിലപ്പോൾ വിചാരിക്കും അല്ലേ. അപ്പോൾ ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ അവർക്ക് ക്യാഷിന് പകരം ക്യാഷ് പേ ചെയ്യുന്നതിന് പകരം സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെയർസ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന്മേൽ കമ്പനി എന്ത് ചെയ്യുന്നില്ല, ആ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും ക്യാഷ് അവർ റിസീവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്നുള്ള രീതിയിലാണ് സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു എംപ്ലോയിക്ക് ഒരു റിവാർഡ്, ഓക്കെ, അവരുടെ ഹാർഡ് വർക്കിനുള്ളൊരു റിവാർഡ് എന്നുള്ള രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്താണെന്നുള്ളത് നോക്കാം. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് ഓഫറിംഗ് ഷെയർസ് പ്രൈവറ്റ്ലി ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യുന്നില്ല, പബ്ലിക്കിലേക്ക് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ല, നേരെ മറിച്ച് എന്താണ് ചെയ്യുന്നത്, പ്രൈവറ്റായിട്ട് ഉള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഓഫർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ബാങ്ക്സിന്, ഏതെങ്കിലും ബാങ്ക്സിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, അതായത് ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അവരുടെ പ്രൊമോട്ടേഴ്സ്, അങ്ങനെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനാണ് പ്രൈവറ്റായിട്ട് ഷെയർസ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. ഇഫ് എ കമ്പനി ഓഫർ ഷെയർസ് ഓൺലി ടു 10 ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി പബ്ലിക്. അതായത് നമ്മളിവിടെ ഈ ഒരു കേസിൽ പബ്ലിക്കിന് എന്ത് കൊടുക്കുന്നില്ല, ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഓഫർ കൊടുക്കുന്നില്ല. ഒരു 10 വലിയ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കമ്പനി ഷെയർസ് ഓഫർ ചെയ്യുന്നുള്ളൂ. അത് അവരുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് IPO. വാട്ട് ഈസ് IPO എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. IPOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ പ്രൈവറ്റ് കമ്പനി ഓഫേഴ്സ് ഇറ്റ്സ് ഷെയർസ് ടു ദ പബ്ലിക് ഫോർ ദി ഫസ്റ്റ് ടൈം. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് ഷെയർസ് ഓഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനി അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ കുറേ കാലം ഇത് പ്രൈവറ്റ് കമ്പനി ആയിട്ടായിരുന്നു അവർ കണ്ടിന്യൂ ചെയ്തത്. 2021 എന്ത് ചെയ്തു, പബ്ലിക്കിലേക്കും കൂടി അവർ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ടൈം അവർ ചെയ്തത് 2021. സോ അതാണ് അവരുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് ഷെയർസ് ഓഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, IPO എന്ന് പറയുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിൽ പാർട്ട് എയിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. It refers to the minimum amount of shares that must be subscribed by the public when a company issues shares for the first time. അതായത് ഒരു കമ്പനി ഫസ്റ്റ് ടൈമിൽ പബ്ലിക് ഇഷ്യൂ നടത്താൻ പോവുകയാണ്, പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് അവർ പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പബ്ലിക്ക് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കമ്പൽസറി ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതിനെയാണ്, ആ ഒരു എമൗണ്ടിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇഷ്യൂ ഫസ്റ്റ് ടൈം പബ്ലിക് ഇഷ്യൂ നടത്തുമ്പം മിനിമം ഒരു എമൗണ്ട് ഓഫ് ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് 90% ഓഫ് ദ ഇഷ്യൂഡ് എമൗണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ സെബിയുടെ റൂൾ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ 90% ആണ് മിനിമം സബ്സ്ക്രിപ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഒരു കമ്പനി 10 crore വർത്തുള്ള ഷെയർസാണ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.
സോ നമുക്കറിയാം സെബിയുടെ റൂൾ പ്രകാരം മിനിമം 90% എന്ന് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ 90% ആവാം, ഇനി ഓരോരോ കമ്പനീസിന് ചിലപ്പോൾ 95% ഫിക്സ് ചെയ്ത് വെച്ചവർക്ക് അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ മിനിമം 90% എങ്കിലുമാണ് സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത്. അപ്പോൾ ഈ 10 crore-ൻ്റെ 90% എന്ന് പറയുമ്പോൾ എത്ര അവർക്ക് കിട്ടണം? 9 crore റുപ്പീസിനുള്ള ഷെയർസ് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ എമൗണ്ടാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് ഇതിനേക്കാൾ കുറവ് എമൗണ്ടിനുള്ള ഷെയർസ് മാത്രമേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ എന്ന് വിചാരിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 8 crore റുപ്പീസ് മാത്രമേ കമ്പനിക്ക് കിട്ടിയുള്ളൂ ഷെയർസ്, അത്രയും വാല്യൂ ഉള്ള ഷെയർസ് മാത്രമേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, ആ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിനേക്കാൾ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. കമ്പനി എന്ത് ചെയ്യണം, ഈ 8 crore റുപ്പീസ് തന്നിട്ടുള്ള പബ്ലിക് ആരൊക്കെയാണോ, ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണോ കമ്പനി അത് റിസീവ് ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാം തന്നെ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ഒരു ടൈമാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. വെൻ ദ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ ദ പബ്ലിക് ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ബൈ ദ കമ്പനി, ഇറ്റ് ഈസ് കോൾഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസിനേക്കാൾ കുറവ് ഷെയർസേ പബ്ലിക് വാങ്ങിക്കാൻ തയ്യാറായുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ തയ്യാറായുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ഇഷ്യൂ നടത്തുകയാണ്. അപ്പോൾ കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ ഒരു 1 lakh ഷെയർസാണ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. കമ്പനി ഓഫർ ചെയ്യുന്നത് 1 lakh ഷെയർസാണ്. ഇനി നമുക്ക് പബ്ലിക്കിൽ നിന്നും ആപ്ലിക്കേഷൻസ് അതിന് വേണ്ടി എത്രയേ കിട്ടിയുള്ളൂ, 80,000 ഷെയർസേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ 1 lakh ഷെയർസ് കമ്പനിക്ക് വിൽക്കാനുണ്ട്, പക്ഷേ വാങ്ങിക്കാനായിട്ട് ആകെ ആൾക്കാർ എത്ര പേരെ വന്നുള്ളൂ, 80,000 ഷെയർസ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാരുള്ളൂ, പബ്ലിക് റെഡി ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓവർ സബ്സ്ക്രിപ്ഷനും ഉണ്ട്. അതായത് വെൻ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് ആർ മോർ ദാൻ ദ ഷെയർസ് ഇഷ്യൂഡ്. ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുകയാണ്. അപ്പോൾ ഇഷ്യൂ നടത്തുമ്പം നമ്പർ ഓഫ് ഷെയർസ് ഓഫർ ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് ആണ് കമ്പനിക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അതിനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി 1 lakh ഷെയർസ് ഓഫർ ചെയ്തു, പബ്ലിക്കിൽ ഓഫർ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തപ്പോൾ പബ്ലിക് കുറേ പേര് ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു, കമ്പനിക്ക് പേയ്മെൻറ്റ് ചെയ്തു. അവർ 2 lakh ഷെയർസിൻ്റെ എമൗണ്ട് പേ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ആകെ കമ്പനിയുടെ കയ്യിൽ 1 lakh ഷെയർസേ ഉള്ളൂ ഇഷ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കമ്പനി എത്രയാണോ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം ഷെയർസ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ 1 lakh ഷെയർസ് മാത്രമേ കമ്പനിയുടെ കയ്യിൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അധികമായിട്ട് എക്സസ് ആയിട്ട് അവർ റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒന്നെങ്കിൽ തിരിച്ച് അവർക്ക് റീഫണ്ട് ചെയ്യാം, ഇനി അല്ലാന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് മണിയിലോ ഫസ്റ്റ് കോളിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. Calls in arrears are the unpaid amount on allotment or on calls. അതായത് നമ്മളിപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം ഏതെങ്കിലും ഷെയർ ഹോൾഡർ കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള അൺപെയ്ഡ് എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഫൈനൽ കോൾ മണിയായിട്ടൊരു 2 രൂപ വെച്ച് 100 ഷെയർസിന് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അയാൾ ആപ്ലിക്കേഷൻ മണി തന്നു, അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോൾ വരെ ചെയ്തു, പക്ഷേ ഫൈനൽ കോൾ മണി മാത്രം അയാൾ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു ഷെയറിന് 2 രൂപ വെച്ച് 100 ഷെയറാണ് അയാളുടെ കയ്യിലുള്ളത്, ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 100 ഷെയറിന് 2 രൂപ വെച്ചിട്ടാണ് അവിടെ കോൾസ് ഇൻ അരിയേഴ്സ് വരുത്തിയിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ദ മണി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഫ്യൂച്ചർ കോൾസ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി കോൾ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് ആ ഒരു ഷെയറിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. മുൻകൂട്ടി ക്യാഷ് എന്ത് ചെയ്തു, പേ ചെയ്തു. കമ്പനി ആക്ച്വലി അത് ആവശ്യപ്പെട്ടിട്ടില്ല, അതിന് മുൻപ് തന്നെ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ഷെയർ ഹോൾഡർ പേയ്സ് ₹3 per share in advance for the next call. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഒരു കമ്പനി ഷെയറിൻ്റെ പ്രൈസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോൾ വരെ കമ്പനി വിളിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് കോളിനോടൊപ്പം അയാൾ ഫൈനൽ കോളിൻ്റെ എമൗണ്ട് കൂടി അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫൈനൽ കോൾ അവിടെ ആക്ച്വലി ഡ്യൂ ആയിട്ടില്ല, പക്ഷേ അതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു, ഇയാൾ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്.
ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്തെങ്കിലും ഒരു കാരണവശാൽ അയാൾക്ക് കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കമ്പനി ഒരു കുറച്ച് കാലയളവ് അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കോൾ മണിയും അലോട്ട്മെൻറ്റ് മണിയും പേ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനി എന്ത് ചെയ്യും, അയാളുടെ ഷെയർസ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്യാൻസലേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക. ഒരു പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനിയിൽ നിന്നും 100 ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണിയൊക്കെ അയാൾ പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ കോൾ മണി മാത്രം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി ഒരു സ്പെസിഫിക് പീരീഡ് വരെ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യാം, അയാളുടെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ ക്യാൻസലേഷൻ ചെയ്തു എന്ന് കരുതിയിട്ട് അയാൾ ഓൾറെഡി കുറച്ച് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ എമൗണ്ട് ഒന്നും കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ച് അയാൾക്ക് റീപേയ്മെൻറ്റ് ചെയ്യില്ല. അത് കമ്പനിയുടെ കൈവശം തന്നെ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അത് കീപ്പ് ചെയ്ത് വെക്കും. ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ജേണൽ എൻട്രി ഒന്ന് നോക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ടു ഷെയർ കോൾ അക്കൗണ്ട്, ടു ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഫോർഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യാണല്ലോ. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ, അവിടെ ഷെയർസ് ക്യാൻസൽ ചെയ്യാണ്. സോ ആ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യേണ്ടത് കൊണ്ട് അതിനെ ഡെബിറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട് എത്രയാണോ ടോട്ടൽ എമൗണ്ട് കോൾഡ് അപ്പ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് വരെയാണ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ കാണിക്കേണ്ടത്. ഇനി ടു ഷെയർ അലോട്ട്മെൻറ്റ്, അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് മണിയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കുക. ഇനി ടു ഷെയർ കോൾ അക്കൗണ്ട്, അതായത് കോൾ മണിയാണ് അൺപെയ്ഡ് ആയിട്ടുള്ളത്, പേയ്മെൻറ്റ് ചെയ്യാത്തത് എന്താണോ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഷെയർ കോൾ ആണെങ്കിൽ അതാണ് അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി അയാൾ കുറച്ച് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിലാണ് ആ ഒരു എമൗണ്ട് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടു ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണോ അയാൾ പേ ചെയ്തത് ആ എമൗണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. അടുത്ത ടോപ്പിക്കാണ് സറണ്ടർ ഓഫ് ഷെയർസ്. ഇറ്റ് ഈസ് ദ വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ടു ദ കമ്പനി ബൈ ദ ഷെയർ ഹോൾഡർ. അതായത് ഒരു ഷെയർ ഹോൾഡർ വോളണ്ടറിലി അയാൾ തന്നെ സ്വമേധയാ കമ്പനിക്ക് ഷെയർസ് തിരികെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് അയാൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോളിന് ആ ഒരു ഷെയർസിൻ്റെ എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഷെയർ ഹോൾഡർ തന്നെ വോളണ്ടറിലി എന്ത് ചെയ്യുന്നു, കമ്പനിയിലേക്ക് ആ ഒരു ഷെയർസ് തിരിച്ച് അതായത് തിരികെ കൊടുക്കുന്നു. അതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഷെയർ ഹോൾഡർ ഡസ് നോട്ട് ഗെറ്റ് ബാക്ക് ദ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ബൈ ഹിം. അതായത് നമ്മുടെ ഫോർഫീച്ചറിൽ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ സറണ്ടർ ഓഫ് ഷെയർസിൻ്റെ ട്രീറ്റ്മെൻറ്റും. ഈ ഒരു കേസിലും ഒരു ഷെയർ ഹോൾഡർ അയാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി കുറച്ച് എമൗണ്ട് അയാൾ തന്നിട്ടുണ്ടല്ലോ, കമ്പനിയിലേക്ക് തന്നിട്ടുണ്ട്, ആ എമൗണ്ട് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ച് അയാൾക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യില്ല, തിരിച്ച് കമ്പനി കൊടുക്കില്ല, റീഫണ്ട് ചെയ്യില്ല എന്നതാണ് പറയുന്നത്.